السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على خاتم النبيين وآل كل وصحابة أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പുതിയ വർഷം ആരംഭിച്ച് ഒന്നാമത്തെ മാസം മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. അതിൻ്റെ മുഹറം 7 നാം ഇന്നുള്ളത്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബോട് കൂടി 8 കടക്കും. നാളെ തിങ്കളാഴ്ച കഴിഞ്ഞാൽ ചൊവ്വയും ബുധനും 9ഉം 10ഉം നോമ്പ് നോൽക്കൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമാക്കപ്പെട്ട 2 ദിവസങ്ങളാണ്. ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് വളരെയധികം പവിത്രത ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്ന മാസവും കൂടിയാണ് പരിശുദ്ധ മുഹറം. ഒരുപാട് ശ്രേഷ്ഠതകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്സ വജല്ല ഇഫ്തറദ അലാ ബനി ഇസ്രായീല സൗമ യൗമിൻ ഫിസ്സനതി വഹുവ യൗമു ആശുറാ. ബനു ഇസ്രായേലുടെ മേൽ അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയ ദിവസങ്ങൾ അത് ആശുറാ ദിവസമാണ്. ആശുറാ മുഹറം 10ാമത്തെ ദിവസം, വഹുവ യൗമുൽ ആശിരി മിനൽ മുഹറം, മുഹറമിൽ നിന്നുള്ള 10ാമത്തെ ദിവസമാണ് ആ ദിവസം. ആ ദിവസത്തിൽ ബനു ഇസ്രായേലിന്റെ മേൽ അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫസൂമുഹു, ആ ദിവസത്തിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം. വവസ്സിഉ അലാ ഇയാലിക്കും ഫീഹി, ആ ദിവസത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ നിങ്ങൾ വിശാലത ചെയ്യണം. ഫഇന്നഹു മൻ വസഅ ഫീഹി അലാ ഇയാലിഹി വ അഹ്ലിഹി മിൻ മാലിഹി, സമ്പത്തിൽ നിന്ന് കുടുംബത്തിൻ്റെ മേലും ആശ്രിതരുടെ മേലും ആരെങ്കിലും വിശാലത ചെയ്താൽ വസഅല്ലാഹു അലൈഹി സായിറ സനതിഹി, ആ വർഷത്തിലുള്ള മറ്റു ദിവസങ്ങളിൽ അല്ലാഹു തആല അവന് വിശാലത ചെയ്യുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്നിട്ട് ആ ഹദീസിൽ തന്നെ കാണാം, ഫസൂമൂഹു ഫഇന്നഹുൽ യൗമുല്ലദീ താബല്ലാഹു ഫീഹി അലാ ആദം, അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല തൗബ സ്വീകരിച്ച ഒരു ദിവസം കൂടിയാണ് മുഹറം 10. ഫഅസ്ബഹ സ്വഫിയ്യ, എന്നിട്ട് ആദം നബി അലൈഹിസ്സലാം എല്ലാ തെറ്റിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മോചിതനായി എന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയതും, നൂഹ് നബി അലൈഹിസ്സലാമിനെ കപ്പലിൽ നിന്ന് പുറത്ത് ആക്കിയതും, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും, അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മേൽ തൗറാത്തിനെ ഇറക്കിയതും, അങ്ങനെ തുടങ്ങി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കാഴ്ച തിരിച്ചു കിട്ടിയത്, അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടിയത്, യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറപ്പെടുവിച്ചത്, അങ്ങനെ തുടങ്ങി ഒരുപാട്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധികാരം നൽകിയത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ശ്രേഷ്ഠതകൾ മുഹറം 10 കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കണം. അവ്വലു യൗമിൻ നസല ഫീഹിൽ മത്തറു മിനസ് സമാഇ, ആകാശത്തു നിന്ന് ആദ്യം മഴ വർഷിപ്പിച്ച ദിവസം യൗമ ആശുറാ, അത് ആശുറാ ദിവസമാണ്, മുഹറം 10 ദിവസമാണ്. അവ്വലു റഹ്മത്തിൻ നസലത് ഇലൽ അർളി യൗമ ആശുറാ, ആദ്യത്തെ റഹ്മത്ത് ഇറങ്ങിയതും അതും ആശുറാ ദിവസത്തിലാണ്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മാസമാണ് ദിവസമാണ് ആശുറാ ദിവസം. അതുകൊണ്ട് അവിടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലഇൻ ബഖൈതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, ഞാൻ വരുന്ന വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9നും നോമ്പനുഷ്ഠിക്കുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നോമ്പിന് ശ്രേഷ്ഠതകളുള്ള മാസവും ദിവസവും ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും മുഹറം 9നും 10നും നോമ്പനുഷ്ഠിക്കുകയും ഇബാദത്ത് കൊണ്ട് ധന്യരാവുകയും തൗബ ചെയ്യുകയും എല്ലാം വേണം. അതോടൊപ്പം കുടുംബങ്ങളിൽ വിശാലത, കുടുംബങ്ങളിൽ മക്കൾ, ഭാര്യ, ഉമ്മ, വാപ്പ തുടങ്ങി ആരൊക്കെ നമ്മുടെ ആശ്രിതരായി ഉണ്ടോ
അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം, അവർ പറയുന്ന ഭക്ഷണം, അവർക്ക് സന്തോഷിക്കുന്ന ഭക്ഷണം അത് വീട്ടിലുണ്ടാക്കി നോമ്പ് തുറക്കാൻ നല്ല വിഭവ സമൃദ്ധമായ നമുക്ക് അല്ലാഹു തആല തന്നതിൽ നിന്ന് നല്ലതുകൊണ്ട് ചെലവഴിച്ച് അവർക്ക് വേണ്ടി നാം വിശാലത ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല വലിയ ഖൈറും ബറക്കത്തും സന്തോഷവും എല്ലാം നമ്മുടെ വർഷം മുഴുവനും നമുക്ക് തരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പനുഷ്ഠിക്കുകയും നോമ്പെടുക്കാൻ വീട്ടിലുള്ളവരെ കൊണ്ട് പ്രേരിപ്പിക്കുകയും അന്നത്തെ ദിവസം മുഹറം 9-നും 10-നും നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക. കൂടെ നമ്മുടെ അയൽവാസികളായ ആളുകൾ വിഷമിക്കുന്നവർ, പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെയും പരിഗണിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.